രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ പറയണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ചാനലുകളുടെ പുകമറയുടെ പിറകിൽ നിൽക്കരുത്, പരാതി ഉണ്ടെങ്കിൽ പുറത്തു വരണം. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആർക്കും വോട്ട് പിടിക്കാനുള്ള അവകാശമുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. അല്ല, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആർക്കും വോട്ട് പിടിക്കാനുള്ള അവകാശമുണ്ട്. അതായത് ഇപ്പോൾ ഇത് ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളുമായിട്ട് വ്യക്തിബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരൊന്നും സജീവമായിട്ട് പാർട്ടിയുടെ കമ്മിറ്റികളിലൊന്നും പങ്കെടുക്കുന്നവരല്ല. പക്ഷേ സ്ഥാനാർത്ഥിയോടുള്ള ബന്ധം കാരണം അവരൊക്കെ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷന് അദ്ദേഹത്തിനെ സഹായിച്ച പ്രവർത്തകർ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം സസ്പെൻഷനിലാണ്. കെ മുരളീധരന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് നേതാക്കളുമായി വേദി പങ്കിടുന്നതിൽ മാത്രമാണ് തടസ്സം. സ്ഥാനാർത്ഥികൾക്കായി വോട്ട് പിടിക്കാൻ ആർക്കും അവകാശമുണ്ട് എന്ന് പറയുന്നതിലൂടെ രാഹുൽ പ്രചാരണ രംഗത്തുനിന്ന് പിൻവാങ്ങേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് അതിനായി നിർബന്ധിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ചുമതല വഹിക്കുന്ന കെ മുരളീധരന്റെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ രാഹുൽ പറയുന്നത് പോലെ ഒരു പക്ഷേ നേതൃത്വം അത്തരം വിലക്കി എന്നുള്ള പ്രചാരണങ്ങൾ എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. സനിസ, കെ മുരളീധരന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ മുരളീധരൻ തയ്യാറാകുന്നില്ല. സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും തുടരും പ്രചാരണ രംഗത്തെന്ന് തന്നെ മനസ്സിലാക്കാമോ? അതെ, അത്തരത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിക്കാൻ ആർക്കും അവകാശമുണ്ട് എന്നാണ് മുരളീധരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കെ മുരളീധരൻ അല്പസമയം മുൻപ് പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ രാഹുൽ മത്സര രംഗത്തുള്ള സമയത്തും പാലക്കാട് രാഹുലിനെ സഹായിച്ച ആളുകൾക്ക് വേണ്ടി രാഹുലിന് വോട്ട് പിടിക്കാൻ എല്ലാവിധ അവകാശവുമുണ്ട്. പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയുമായി അത് ബന്ധമില്ല, അത് രാഹുലിൻ്റെതായിട്ടുള്ള തീരുമാനമാണ് എന്ന നിലയ്ക്കുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ കെ മുരളീധരൻ നൽകിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയോടുള്ള ബന്ധം കൊണ്ടാണ് ഇത്തരത്തിൽ രാഹുൽ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനല്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, അത് വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് നല്ലതല്ലെന്നും ഇത്തരത്തിൽ വലിച്ചു നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ രാഹുലിന് കോടതിയെ സമീപിക്കാമെന്നും അദ്ദേഹം അല്പസമയം മുൻപ് പ്രതികരിക്കുകയുണ്ടായി. കൂടാതെ തന്നെ ഈ അതിജീവിതയെക്കുറിച്ചും ഒരു പരാമർശം ഉണ്ടായിരുന്നു. പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ രംഗത്ത് വരട്ടെ, അല്ലാതെ ചാനലുകളുടെ പുകമറയ്ക്കുള്ളിൽ നിൽക്കുകയല്ല വേണ്ടത്. പരാതി ഉണ്ടെങ്കിൽ പുറത്തു വരണം. ഇത്തരത്തിൽ പെൺകുട്ടി പരാതിയുമായി പുറത്തു വരികയാണെങ്കിൽ കേരള സമൂഹം ഒന്നടങ്കം പെൺകുട്ടിക്ക് പിന്നിലുണ്ടാകുമെന്നും എല്ലാതരം പിന്തുണയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജിൽസി. ശരി, കെ മുരളീധരന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയത് ആർക്കും വോട്ട് പിടിക്കാൻ, സ്ഥാനാർത്ഥിക്കായി വോട്ട് പിടിക്കാൻ അവകാശമുണ്ട് എന്ന് തന്നെയാണ്.